Hello everyone. So ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസ്ക്രൈബ് ദ റീസൺസ് ബിഹൈൻഡ് ദ മാരേജ് ഓഫ് പൊപ്പോവ ആൻഡ് സ്മിർനോവ്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് പൊപ്പോവയും സ്മിർനോവും കല്യാണം കഴിക്കുന്നുണ്ട് അല്ലേ. പൊപ്പോവയുടെ ഹസ്ബൻഡ് ആക്ച്വലി വേറൊരാളായിരുന്നു, അയാൾ മരിച്ചുപോയി. അതിനുശേഷം പൊപ്പോവ സ്മിർനോവ് എന്ന് പറഞ്ഞുള്ള ലാൻഡ് ഓണറിനെ കല്യാണം കഴിക്കുകയാണ്. സോ അതിനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ആൻസർ ഇതാണ്. പൊപ്പോവയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് 7 months ആയി. ഓക്കെ, എന്നിട്ട് അവൾ എന്താ ചെയ്യുന്നത്, അവളിപ്പോഴും ഇങ്ങനെ മോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ അവളുടെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ മോൺ ചെയ്യുമല്ലേ. സോ അവൾ ഒരു മോർണിംഗ് പീരീഡിലാണ് നിൽക്കുന്നത്. സോ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അവൾ വിഡോസൊക്കെ വിയർ ചെയ്യുന്ന മോർണിംഗ് ഡ്രസ്സാണ്, അഥവാ ബ്ലാക്ക് ഡ്രസ്സാണ് അവൾ ധരിച്ചിട്ടുള്ളത്. വിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധവ എന്നാണ് അർത്ഥം. ഓക്കെ, അവൾ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, വീടിനകത്ത് തന്നെ നിൽക്കുമായിരുന്നു. മാത്രമല്ല പുറത്തുള്ള ആളുകളെ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവൾക്ക് അറിയുന്ന ആരെയും അവൾ മീറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു വീടിനകത്ത് തന്നെ അവളിങ്ങനെ ജീവിക്കുമായിരുന്നു. ഓൾറൈറ്റ്, അങ്ങനെ നമുക്ക് മനസ്സിലായി ഇവളിങ്ങനെ മോൺ ചെയ്യണം അല്ലെ, വീടിനകത്തുനിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല, ബ്ലാക്ക് ഡ്രസ്സാണ് ധരിച്ചത്. പക്ഷെ അവൾക്ക് അവളുടെ മരിച്ചു പോയിട്ടുള്ള അഥവാ ലേറ്റ് ഹസ്ബൻഡിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഓക്കെ, അതിനൊരു കാരണമുണ്ട്. നമുക്കറിയാം അവളുടെ ലേറ്റ് ഹസ്ബൻഡിൻ്റെ ആ ഒരു ഡ്രോവറിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഷെൽഫിനകത്തു നിന്ന് ഒരുപാട് ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അവൾക്ക് മനസ്സിലായി ഈ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുള്ള ഹസ്ബൻഡ് ആക്ച്വലി അവളെ ചീറ്റ് ചെയ്യായിരുന്നു അല്ലേ. സോ അതിനൊരു റിവെഞ്ചായിട്ടാണ്, അതിനൊരു പ്രതികാരമായിട്ടാണ് ആക്ച്വലി അവൾ എന്തെക്കുന്നത് ഇങ്ങനെ മോൺ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അയാളൊരു നല്ല ഹസ്ബൻഡ് അല്ലായിരുന്നു. കൂടാതെ തന്നെ അവൾക്കറിയായിരുന്നു ഒരുപാട് തവണ പൊപ്പോവിനെ ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവളെ വിട്ട് ആഴ്ചകളോളം അവളിങ്ങനെ തനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. സോ ഈ ലേറ്റ് ഹസ്ബൻഡ് എന്താക്കും, അയാളിങ്ങനെ മറ്റുള്ള സ്ത്രീകളുടെ അടുത്തേക്കൊക്കെ പോവായിരുന്നു എൻജോയ് ചെയ്യാനായിട്ട്. ഓൾറൈറ്റ്, സോ ആ സമയത്ത് പൊപ്പോവ ഒറ്റയ്ക്ക് ഇങ്ങനെ ആഴ്ചകളോളം വീട്ടിനകത്ത് നിൽക്കേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. സോ മറ്റുള്ള സ്ത്രീകൾ പൊപ്പോവയുടെ ഹസ്ബൻഡിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ലെറ്റേഴ്സൊക്കെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സ്മിർനോവ് വരുന്നതാണ് അല്ലേ. അപ്പോൾ സ്മിർനോവാണ് ആക്ച്വലി ഇവിടുത്തെ മെയിൻ കഥാപാത്രം. ഓൾറൈറ്റ്, സോ സ്മിർനോവ് വരുന്നത് 1200 റൂബിൾസ് വാങ്ങിക്കാനായിട്ടാണ്, അതായത് തിരികെ വാങ്ങിക്കാനായിട്ടാണ്. സോ 1200 റൂബിൾസ് ആക്ച്വലി പൊപ്പോവയുടെ ലേറ്റ് ഹസ്ബൻഡ് ഉണ്ടല്ലോ, മരിച്ചുപോയിട്ടുള്ള ഹസ്ബൻഡ് പണ്ട് ഈ സ്മിർനോവിൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്മിർനോവ് ഒരു ലാൻഡ് ഓണറാണ്. ഓൾറൈറ്റ്, സോ സ്മിർനോവിൻ്റെ കയ്യിൽ നിന്നും 1200 റൂബിൾസ് പണ്ട് ഈ പൊപ്പോവയുടെ മരിച്ചുപോയിട്ടുള്ള ഹസ്ബൻഡ് ഉണ്ടല്ലോ, അയാൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു, കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ പൊപ്പോവയുടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ടല്ലേ. സോ അത് വാങ്ങിക്കാനായിട്ടാണ് ആക്ച്വലി സ്മിർനോവ് പൊപ്പോവയെ വിസിറ്റ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ അവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് സ്മിർനോവ് പറയും എൻ്റെ പൈസ തിരിച്ചു താ എന്ന് പറയും. പക്ഷേ അവൾ കൊടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, അഥവാ അവൾ പറയും അവളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടല്ലേ. സോ അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലൊരു ആർഗ്യുമെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ബിറ്റർ ആർഗ്യുമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വീറ്റിൻ്റെ ഓപ്പോസിറ്റാണല്ലോ ബിറ്റർ എന്ന് പറയുന്നത്. സോ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓൾറൈറ്റ്, സോ അതിനുശേഷം പൊപ്പോവ സ്മിർനോവിനെ ബിയർ, ബൂർ ആൻഡ് മോൺസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട്. ആൻഡ് ആ സമയത്ത് സ്മിർനോവ് പറയുന്നുണ്ട് എല്ലാ വിമനും അൺഫെയ്ത്ത്ഫുൾ ആണ്, അഥവാ സത്യസന്ധരല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓൾറൈറ്റ്, പക്ഷേ ഇതിൻ്റെ ഒരു എൻഡിങ്ങിലോട്ട് നമ്മൾ കാണുന്നത് ആക്ച്വലി ഇവർ രണ്ടുപേരും ഒരു ലോങ് കിസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പിന്നീട് ഇവർ വിവാഹം ചെയ്യുന്നതൊക്കെയാണ്. സോ സ്റ്റാർട്ടിങ്ങിൽ ഇവർ ഒരു ആർഗ്യുമെൻറ്റിലൊക്കെയാണ്, ബട്ട് പിന്നീട് അവർ ഇഷ്ടത്തിലാവുകയും ഒക്കെയാണ് ചെയ്യുന്നത്. സോ അതിനെയാണ് ഒരു ഫാൾസ് പ്ലേ എന്ന് പറയുന്നത്. അതായത് ഒരു കളിയാക്കി പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു പ്രഹസനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര എനിമീസായിരുന്നു, പക്ഷെ പിന്നീട് അവരെന്തായി ലോങ് കിസ്സൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. സോ അതാണ് ആക്ച്വലി ഒരു ഫാൾസ് പ്ലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയി എന്ന് മാത്രം. പിന്നെന്താ ഇവിടെ പറയുന്നത്, പൊപ്പോവയ്ക്ക് സ്മിർനോവിനെ ഭയങ്കര മാൻലി ആയിട്ടും അതുപോലെ തന്നെ ഫ്രാങ്ക് ആയിട്ടും ഒക്കെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ സ്മിർനോവിന് പൊപ്പോവിനെ വളരെ യങ് ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടും ഒക്കെ തോന്നുന്നു. ആൻഡ് അതുകൊണ്ടാണ് അവർ യുണൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്നിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഓൾറൈറ്റ്, സോ അത്രയേ ഉള്ളൂ. Next question. What was the main issue
ഓർ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സ്മിർനോവ് ആൻഡ് പൊപ്പോവ. സോ സ്മിർനോവും പൊപ്പോവയും തമ്മിലുണ്ടായിരുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ അവർ തമ്മിലുണ്ടായിരുന്ന ഇഷ്യൂ എന്താണ് എന്നാണ് ചോദ്യം. അതിന് ആൻസർ ഇതാണ്. അവർ തമ്മിലുള്ള ഇഷ്യൂവിൻ്റെ മെയിൻ കാരണം 1200 റൂബിൾസ് ആയിരുന്നു. സോ സ്മിർനോവ് വന്ന് അത് തിരികെ തരാനായിട്ട് ചോദിക്കുന്നു. പക്ഷേ പൊപ്പോവ പറയാണ് അവളുടെ കയ്യിൽ പൈസയില്ല, അവൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അവൾക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ സ്മിർനോവിന് ഒരു മോർഗേജ് അടയ്ക്കാനുണ്ടായിരുന്നു, അഥവാ ഒരു പലിശ അടയ്ക്കാനുണ്ടായിരുന്നു. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അയാൾക്ക് പൈസ വേണമായിരുന്നു. സോ അതുകൊണ്ടാണ് അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് അവസ്ഥയിൽ ശരിക്കും പൈസ വാങ്ങിക്കാനായിട്ട് പോകാൻ പറ്റില്ല അല്ലേ. പക്ഷേ അയാൾ അങ്ങനെ പൊപ്പോവിനെ കാണാനായിട്ട് പോകുന്നതൊക്കെ അയാൾക്ക് അത്രയും അത്യാവശ്യമായിരുന്നു. സോ 7 മാസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട്. പക്ഷേ അവൾ അപ്പോഴും അയാൾക്ക് വേണ്ടി, മരിച്ചുപോയിട്ടുള്ള ഹസ്ബൻഡിന് വേണ്ടി മോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ധരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ വിഡോസും ധരിക്കുന്ന പോലെ ബ്ലാക്ക് ഡ്രസ്സായിരുന്നു. കൂടാതെ പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്നും. മറ്റുള്ള ആളുകളെ മീറ്റ് ചെയ്യാനായിട്ട് അവൾ റിഫ്യൂസ് ചെയ്തു. ആൻഡ് അതിനുശേഷമാണ് സ്മിർനോവ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ആൻഡ് സ്മിർനോവ് ഫോഴ്സ്ഫുള്ളി അയാളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട് 1200 റൂബിൾസ് കളക്ട് ചെയ്യാനായിട്ടാണ് അയാൾ വന്നിട്ടുള്ളത്. ആ ഒരു റൂബിൾസ് അല്ലെങ്കിൽ ആ ഒരു ക്യാഷ് പൊപ്പോവയുടെ ലേറ്റ് ഹസ്ബൻഡ് ഈ സ്മിർനോവിൻ്റെ കയ്യിൽ നിന്ന് പണ്ട് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇതൊക്കെ പറയുന്നുണ്ട് പൊപ്പോവയുടെ അടുത്ത്. സോ അത് കേൾക്കുന്ന സമയത്ത് അവൾ പറയുന്നത് അവളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അയാൾ അടുത്ത ദിവസം വരെ വെയിറ്റ് ചെയ്യണം എന്ന് പറയും. കാരണം അപ്പോഴാണ് സ്റ്റവാർഡ് അല്ലെങ്കിൽ ബാങ്ക് മാനേജർ വരിക. സോ അവളെന്താ ചെയ്യുക, അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇതിനൊരു തീരുമാനമാക്കി തരാം എന്നൊക്കെ പറയാണ്. സോ നിങ്ങൾ അടുത്ത ദിവസം വരൂ എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ സ്മിർനോവ് പറയുന്നത് അയാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ വേണം, കൂടാതെ പൈസ കിട്ടാതെ അയാൾ വീട്ടിലേക്ക് തിരിച്ചു പോയില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെയാണ് ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ടാവുന്നത്. സോ ആർഗ്യുമെൻറ്റിൻ്റെ സമയത്ത് സ്മിർനോവ് പറയുന്നുണ്ട് എല്ലാ വിമണും ഫോൾസ് ആണ്, അല്ലെങ്കിൽ വളരെ അൺഫെയ്ത്ത്ഫുള്ളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് പൊപ്പോവ പറയുന്നുണ്ട് എല്ലാ മെന്നുമാണ് ആക്ച്വലി ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ളത്, കാരണം അവളുടെ ഹസ്ബൻഡിൻ്റെ ആ ഒരു എക്സാമ്പിൾ കൂടെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു ആർഗ്യുമെൻറ്റ് ലാസ്റ്റിലോട്ട് അവരെ ഒരു ലോങ് കിസിലോട്ടാണ് എത്തിക്കുന്നത്. ഓൾറൈറ്റ്, ഇത്രയേ ഉള്ളൂ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ടൈറ്റിൽ ഓഫ് ദ പ്ലേ ദ ബിയർ. പ്ലേ ആയിട്ടുള്ള ദ ബിയർ, അതിൻ്റെ ടൈറ്റിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദ ബിയർ എന്ന് പറഞ്ഞുള്ള ടൈറ്റിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ പ്ലേയിൽ നിന്നുമാണ്. ഓൾറൈറ്റ്, പ്ലേയിൻ്റെ ആ ഒരു പ്ലേയിൽ നിന്നുമാണ് ആക്ച്വലി ആ ഒരു ടൈറ്റിൽ വരുന്നത്. സോ നമുക്കറിയാം പൊപ്പോവ സ്മിർനോവിനെ വിളിക്കുന്ന പേരാണ് ദ ബിയർ. സോ ആ ഒരു പ്ലേയിൽ നിന്നും ഡയറക്റ്റായിട്ട് എടുത്തിട്ടുള്ള ഒരു നെയിം തന്നെയാണ് ദ ബിയർ. ഓക്കെ, സോ പൊപ്പോവ പറയുന്നത് സ്മിർനോവ് വളരെ ക്രൂവലാണ് ആൻഡ് വിമൻ്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നറിയാത്തൊരു മനുഷ്യനാണ് എന്നാണ് ഇവിടെ പൊപ്പോവ പറഞ്ഞിട്ടുള്ളത്. പൊപ്പോവ അവളുടെ ലേറ്റ് ഹസ്ബൻഡിനായി മോൺ ചെയ്യായിരുന്നു. അയാൾ മരിച്ചിട്ട് 7 months ആയി. സോ ഒരു റിവെഞ്ച് പോലെ ആക്ച്വലി അവൾ തീരുമാനിക്കുകയാണ് മോൺ ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ വീടിന് പുറത്ത് പോവാതിരിക്കാനും, അതുപോലെ തന്നെ ആളുകളെ മീറ്റ് ചെയ്യാതിരിക്കാനുമായിട്ട്. ആൻഡ് അവൾ ബ്ലാക്ക് ക്ലോത്തൊക്കെ ധരിച്ച് ഒരു വിഡോനെ പോലെ അല്ലേ അവിടെ ആ ഒരു മുറിനകത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സ്മിർനോവ് ഫോഴ്സ്ഫുള്ളി ആ ഒരു റൂമിനകത്തോട്ട് കയറുകയാണ് ചെയ്യുന്നത്. ആൻഡ് അയാൾ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. 1200 റൂബിൾസ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ലേറ്റ് ഹസ്ബൻഡ്. സോ അത് തിരികെ വാങ്ങിക്കാനായിട്ടാണ് അയാൾ വന്നിട്ടുള്ളത് എന്നൊക്കെ പൊപ്പോവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ഷൗട്ടിങ്ങിലേക്ക് വരുന്നുണ്ട്, അഥവാ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് വരുന്നുണ്ട്. സ്മിർനോവ് പറയുന്നു എല്ലാ വിമണും അൺഫെയ്ത്ത്ഫുൾ ആണ്. ഇത് കേൾക്കുന്ന സമയത്ത് പൊപ്പോവയ്ക്ക് ദേഷ്യം പിടിക്കുന്നു. അവൾ എന്താക്കുന്നു, സ്മിർനോവിനെ ബിയർ എന്ന് വിളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബൂർ എന്നും ആൻഡ് മോൺസ്റ്റർ എന്നും വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് മാനേഴ്സ് ഇല്ല എന്നും കൂടെ പറയുന്നുണ്ട്. സോ ഒരു ബിയർ എന്ന് പറയുന്നത് ഒരു വൈൽഡ് ആനിമലാണ് അല്ലേ. സോ അവളിങ്ങനെ ബിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വൈൽഡ് ആനിമലാണ്. അതായത് ഒരു മാൻ, അയാൾക്ക് വിമൻ്റെ അടുത്തൊന്നും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നറിയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്മിർനോവിനെ ബിയർ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത്. ഓൾറൈറ്റ്, സോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ബിയർ എന്ന് പറയുമ്പോൾ ഒരു വൈൽഡ് ആനിമലാണല്ലോ. സോ അത് ആളുകളെ ആക്രമിക്കും അല്ലെ, ഹ്യൂമൻസിനെ ആക്രമിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ
സ്മിർനോവിനെ ഒരു ബിയറായിട്ടാണ് കാണുന്നത്. ബിക്കോസ് സ്മിർനോവ് പൊപ്പോവയുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതി അങ്ങനെയായിരുന്നു. അവൾ മോർണിംഗിലാണ്, അതൊന്നും അയാൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി അയാൾക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു, മീൻസ് ഒരു 1200 റൂബിൾസ് ആക്ച്വലി ഇമ്മീഡിയറ്റ് അയാൾക്ക് വേണമായിരുന്നു. ബട്ട് അഗെയിൻ ഇവിടെ പൊപ്പോവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് ഇയാളൊരു ബിയറിനെ പോലെയാണ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് അവൾ അയാളെ ഇങ്ങനെ ബിയർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. ഓൾറൈറ്റ്. സോ ഒബ്വിയസ്ലി നമുക്ക് പറയാനായിട്ട് പറ്റും ദ ബിയർ എന്ന് പറഞ്ഞുള്ള ഈ ഒരു നെയിം, ഈ ഒരു ടൈറ്റിൽ വളരെ അപ്രോപ്രിയേറ്റ് ആണ്, അല്ലെങ്കിൽ വളരെ യോജിക്കുന്നൊരു നെയിം തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജസ്റ്റിഫൈ ദ എൻഡ് ഓഫ് ദ പ്ലേ ദ ബിയർ. സോ ദ ബിയർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയുടെ എൻഡ് ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പൊപ്പോവയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് 7 months ആയി. പക്ഷേ അവൾ മോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ എന്നും ബ്ലാക്ക് ഡ്രസ്സ് ധരിച്ചു, കൂടാതെ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. വീടിനകത്ത് തന്നെ, അല്ലെങ്കിൽ ആ ഒരു റൂമിനകത്ത് തന്നെ ഇരുന്നു. സോ ആളുകളെ മീറ്റ് ചെയ്യാനായിട്ട് അവൾ റിഫ്യൂസ് ചെയ്തു. ഈവൻ അവളുടെ നെയ്ബേഴ്സിനെ പോലും അവൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അവളുടെ ഹസ്ബൻഡ്, ലേറ്റ് ഹസ്ബൻഡിന് വേണ്ടി മോൺ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അവൾക്ക് അവളുടെ ഹസ്ബൻഡിനോട് വലിയ താല്പര്യം അല്ലെങ്കിൽ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അവൾ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ജീവനോടിരുന്ന സമയത്ത് മുഴുവൻ അവളെ ചീറ്റ് ചെയ്തു. സോ അതിനൊരു റിവെഞ്ചായിട്ട് അവളുടെ ജീവിതകാലം മുഴുവൻ റിവെഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് സ്മിർനോവ് വരുന്നത്. 1200 റൂബിൾസ് തിരികെ വാങ്ങിക്കാനായിട്ട് അയാൾക്കൊരു മോർട്ട്ഗേജ് അഥവാ ഒരു പലിശ അടയ്ക്കാനുണ്ടായിരുന്നു. സോ ഏർജൻ്റായിട്ട് അയാൾക്ക് ആ ഒരു ക്യാഷ് വേണമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആർഗ്യുമെൻറ്റിലേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്മിർനോവ് ചാലഞ്ച് ചെയ്യുന്നുണ്ട്, ഒരു ഡ്വെല്ലിന് തയ്യാറാണോ എന്നൊക്കെ പറഞ്ഞ് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ഡ്വെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈറ്റിന് തയ്യാറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ അവളത് ആക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. എന്നാൽ സ്മിർനോവ് ആകെ സർപ്രൈസ്ഡായി. കാരണം അയാൾ ഇതുവരെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പിരിറ്റഡ് ലേഡീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവളുടെ. അങ്ങനെ അയാൾക്ക് അവളുടെ അടുത്ത് ഒരു ഇഷ്ടം തോന്നുന്നു. കാരണം അവൾ വളരെ കറേജിയസ് ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ അവളുടെ ചീക്സിൽ ഡിംപിൾസ് ഉണ്ടായിരുന്നു. സോ ഷീ വാസ് വെരി ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ പൊപ്പോവിനെ സംബന്ധിച്ചിടത്തോളം പൊപ്പോവയ്ക്ക് ഈ ലാസ്റ്റിലോട്ട് ഈ ഒരു സ്മിർനോവിനെ വളരെ ഒരു റിയൽ മാനായിട്ട് തോന്നുന്നു, സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ഡിറ്റർമൈൻഡും അൺഎഫ്രൈഡുമായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. സോ അവൾക്കും അയാളെ ഇഷ്ടമാവുകയാണ് ചെയ്യുന്നത്. സോ 7 months ആയിട്ട് അവൾ മറ്റുള്ള ഒരു മാൻ്റെ അടുത്തും അവൾ ഒരു കമ്പനി കൂടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അവസാനം അവരൊരു പ്രൊലോങ്ഡ് കിസ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഒരു സൂപ്പർ ഫൈനായിട്ടാണ് മാറുന്നത്. ഓൾറൈറ്റ്. സോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ തീർച്ചയായിട്ടും കഥ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സമ്മറി എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നോക്കി വെക്കുക. സോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ അവിടെ എന്നിട്ട് നിങ്ങൾ എന്താക്കുക, ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും നോക്കുക. ഡയറക്റ്റായിട്ട് ആദ്യം തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ആദ്യം സമ്മറി അല്ലെങ്കിൽ ഒരു കഥ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് പിന്നെ എന്താക്കുക, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കഥ മൈൻഡിൽ നിൽക്കും. ഓൾറൈറ്റ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോത്ത് സ്മിർനോവ് ആൻഡ് പൊപ്പോവ ഹാവ് ദ സെയിം ക്വാളിറ്റീസ് ഓഫ് ക്യാരക്ടർ, ഡിസ്കസ്. രണ്ട് പേർക്കും, അതായത് സ്മിർനോവിനും പൊപ്പോവയ്ക്കും സെയിം ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. അതൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ആൻസർ ഇതാണ്. പൊപ്പോവയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് 7 monthsോളമായി. പക്ഷെ അവളിപ്പോഴും മോർണിംഗിലാണ്. അവൾ വിഡോസ് ധരിക്കുന്ന ബ്ലാക്ക് ഡ്രസ്സ് ധരിച്ച് വീടിനും പുറത്തേക്കൊന്നും ഇറങ്ങാതെ അകത്തിങ്ങനെ ഇരിക്കുകയാണ്. കൂടുതൽ പുറത്തുള്ള ആളുകൾ മീറ്റ് ചെയ്യാനായിട്ട് അവൾ റിഫ്യൂസ് ചെയ്യുന്നു. ഈവൻ അവളുടെ നെയ്ബേഴ്സിനെ പോലും മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മോർണിംഗിലാണെങ്കിൽ പോലും അവൾ അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അയാൾ ജീവനോടിരിക്കുന്ന സമയത്ത് ഈ പൊപ്പോവേനെ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അതിനൊരു റിവെഞ്ചായിട്ട് പൊപ്പോ എന്താണ് തീരുമാനിക്കുന്നത്, അവളുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മോൺ ചെയ്യാനായിട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് സ്മിർനോവ് വരുന്നത്. 1200 റൂബിൾസ് കളക്ട് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്.
സോ അയാൾക്ക് ഏർജൻറ്റായിട്ട് ഒരു മോർഗേജ് പേ ചെയ്യണമായിരുന്നു. അയാൾ ഫോഴ്സ് ചെയ്ത് പൊപ്പോവയുടെ ഹൗസിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവൾ റിഫ്യൂസ് ചെയ്യുന്നു, ക്യാഷ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും ആർഗ്യുമെൻറ്റിലേക്ക് കയറുന്നു ആൻഡ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യുന്നു. ആൻഡ് അവളുടെ ഹസ്ബൻഡിനെയും കൂടെ കൂട്ടിയിട്ട് സ്മിർനോവിനെയും കൂട്ടിയിട്ട് പറയാണ് എല്ലാ മെന്നും എന്താണ് അൺഫെയ്ത്ത്ഫുൾ ആണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അവളൊരു എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട് അല്ലേ, ആ ഒരു ഡ്രോ ഫുൾ ഓഫ് ലവ് ലെറ്റേഴ്സ്, അതായത് ഡ്രോവറിനകത്ത് നിന്നും ഒരുപാട് ലവ് ലെറ്റേഴ്സ് കിട്ടുന്നുണ്ട്. സോ അതൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട്. ആൻഡ് സ്മിർനോവ് പറയുന്നുണ്ട് അയാളുടെ ഒരു ലൈഫ് സ്റ്റോറിനെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾ 12 വിമനെ റിജക്റ്റ് ചെയ്തു, 9 വിമൻ അയാൾ റിജക്റ്റ് ചെയ്തു. സോ അയാൾക്ക് ഉറപ്പായിരുന്നു ഒരു വിമനും ഹോണസ്റ്റ് അല്ല എന്നുള്ളത്. ആൻഡ് പൊപ്പോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുകയാണ്. അവൾ അയാളെ ബിയർ, പൂർ ആൻഡ് മോൺസ്റ്റർ എന്ന് വിളിച്ച് ചൂടാവുന്നുണ്ട്. ആൻഡ് ആ സമയത്താണ് സ്മിർനോവ് ഒരു ഡ്യുവലിന് തയ്യാറാണോ എന്ന് ചോദിക്കുന്നത് പൊപ്പോവയുടെ അടുത്ത്. അവളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് രണ്ടുപേരെയും കാണാനായിട്ട് പറ്റുന്നത് സ്ട്രോങ് ആയിട്ടും അവർ രണ്ടുപേരും നന്നായിട്ട് ടോക്ക് ചെയ്യുന്നുണ്ട്, ടോക്ക് വെൽ. അതുപോലെ തന്നെ രണ്ടുപേർക്കും സ്ട്രോങ് ഇമോഷൻസും കൂടെയുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേർക്കും ലവും വേണമായിരുന്നു അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് തൊട്ട് എന്താണ് കാണുന്നത്, അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നതൊക്കെയാണ് അല്ലേ. സോ ആ ഒരു ഷൗട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അവരെന്താണ് കിസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് ഇവർ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് സെയിം ആണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് എന്താണ് എക്സാമ്പിൾസ് ഇപ്പം ഇതിനകത്ത് കിട്ടിയല്ലേ. സോ അതൊക്കെ എഴുതി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് പൊപ്പോവ ഇൻ ദ പ്ലേ ദ ബിയർ. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ആൻസർ ഇതാണ്. ആൻഡൻ ചെക്കോവിൻ്റെ ദ ബിയർ എന്ന് പറഞ്ഞുള്ള പ്ലേയുടെ ഹീറോയിനാണ് പൊപ്പോവ. അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് 7 months ആയി, പക്ഷെ അവൾ സ്റ്റിൽ മോർണിംഗിലാണ്. ഷീ ഓൾവേസ് വോർ വിഡോസ് ബ്ലാക്ക് ഡ്രസ്. എപ്പോഴും വിഡോസ് ധരിക്കുന്ന ബ്ലാക്ക് ഡ്രസ്സാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട് അവൾ ഇഷ്ടം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പീപ്പിൾസിനെ അവൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈവൻ നെയ്ബേഴ്സിനെ പോലും അവൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൾ മോർണിംഗിലായിരുന്നെങ്കിൽ പോലും അവളുടെ ലേറ്റ് ഹസ്ബൻഡിന് അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആൻഡ് ബിക്കോസ് എന്താ, അവൾ ചീറ്റ് ചെയ്തു അല്ലേ. ആൻഡ് അവൾ എന്താണ് ഒരു റിവെഞ്ച് പോലെ ലൈഫ് ലോങ് ഇങ്ങനെ മോൺ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. സോ ബിഗിനിങ്ങിൽ ഒരു പ്ലേയുടെ ബിഗിനിങ്ങിൽ നമ്മൾ കാണുന്നത് വളരെ ഗ്ലൂമി ആയിട്ടുള്ളൊരു വിഡോനെയാണ്, വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സാഡായിട്ടുള്ളൊരു വിഡോനെയാണ്. ബട്ട് ആസ് എ പ്ലേ പ്രോഗ്രസ്, സോ ആ ഒരു പ്ലേയുടെ ലാസ്റ്റിലൂടെ നമ്മൾ കാണുന്നത് മോർണിംഗിൽ നിന്നും അവളെ തന്നെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഒരു ലയൺ ഹാർട്ടഡ് വുമനെയാണ് നമ്മൾ കാണുന്നത്. വളരെ ശക്തയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രോങ് മൈൻഡുള്ള ഒരു വിമനെയാണ് പിന്നീട് ലാസ്റ്റിലൂടെ നമ്മൾ കാണുന്നത്. ബിക്കോസ് അവൾ സ്മിർനോവിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ് അല്ലേ. അവൾ സ്മിർനോവിൻ്റെ അടുത്ത് വളരെ ബ്രൈറ്റ്ലി ആണ് എന്താക്കുന്നത് ആൻസർ ചെയ്യുന്നത്. അതായത് ഓൾ മെൻ എന്താണ് ഇൻക്ലൂഡിങ് അവളുടെ ഹസ്ബൻഡ് എല്ലാ വിമൻസിനും ചീറ്റ് ചെയ്യാണ്, അവർ അൺഫെയ്ത്ത്ഫുൾ ആണ്, ഡിസ്ഹോണസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. സോ അവൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് ആ ഒരു കാര്യമൊക്കെ സ്മിർനോവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ അവൾ വളരെ സ്ട്രേഞ്ച്ലി അല്ലെങ്കിൽ അവളങ്ങനെ ചെയ്യാത്തൊരു കാര്യമാണ് ഇങ്ങനെ ഒരു ഡ്വെലിന് തയ്യാറാണോ എന്ന് സ്മിർനോവ് ചോദിച്ചപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി അവളുടെ ഒരു ക്യാരക്ടറിൽ ഉണ്ടായിരുന്നില്ല അല്ലേ. അവൾ ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ് നിന്നത്. പക്ഷെ പിന്നീട് നമ്മൾ അതിനൊക്കെ തയ്യാറായി നിൽക്കുന്ന ഒരു വിമനെയാണ് കാണുന്നത് അല്ലേ. സോ ആ ഒരു ചേഞ്ച് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. സോ അവൾക്കൊരു പിസ്റ്റൾ എങ്ങനെ ഹോൾഡ് ചെയ്യണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. സോ ഇങ്ങനെ പിസ്റ്റളൊന്നും പിടിക്കാത്തതുകൊണ്ട് തന്നെ പിസ്റ്റൾ പിടിച്ച സമയത്ത് അവളുടെ ഫിംഗേഴ്സൊക്കെ ഇങ്ങനെ സ്വോളനായി ഓൾറൈറ്റ്. സോ അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ അവൾ വളരെ മൂഡിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മൂഡ് സ്വിങ്സൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. ആൻഡ് സ്മിർനോവിൻ്റെ അടുത്ത് അവൾ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ സമ്മറി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അവൾ പഠിപ്പിച്ചു തരുമോ, പിസ്റ്റൾ യൂസ് ചെയ്യാൻ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കും. ആൻഡ് ദെൻ അവൾ സ്മിർനോവിൻ്റെ അടുത്ത് മാറി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. സോ അതാണ് ഇവിടെ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ഒരു സമയത്ത് ഒരു ക്യാരക്ടറാണ്, അടുത്ത സമയം അവൾ വേറെ ക്യാരക്ടറാണ്. ഓൾറൈറ്റ്. ആൻഡ്
സോ അയാളുടെ അടുത്ത് നിർത്താനായിട്ട് ഒരുപാട് തവണ പറയുന്നുണ്ട്. സോ ആളിങ്ങനെ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സോ അവൾക്ക് നിർത്താനായിട്ട് അവളിങ്ങനെ ഒരുപാട് തവണ പറയുന്നുണ്ട്. സോ അവൾ വളരെ ഇമോഷണലാണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് അവളെന്താണ് അവൻ്റെ ആ ഒരു ലവിൽ എന്താവുക ചെയ്യുന്നത്, വീണ് പോവാണ് ചെയ്യുന്നത്. ഓൾറൈറ്റ്. സോ അവൾക്കൊരു റിയൽ മാനിനെ വേണമായിരുന്നു, ഒരു സ്ട്രോങ് വണ്ണിനെ, അല്ലെ, ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളിന്, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു മാനിനെയാണ് അവൾക്ക് വേണ്ടിയിരുന്നത്. ആൻഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവൾ സ്മിർനോവിൽ കണ്ടത്. സോ അറ്റ് ദ എൻഡ് നമ്മൾ കാണുന്നത് ഒരു വീഡോ, ബ്ലാക്ക് ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുള്ള ഒരു വീഡോ എന്താ ചെയ്യുന്നത്, ആ ഒരു സ്മിർനോവ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ലോങ് കിസ് ചെയ്യുന്നതാണ്. സോ ജസ്റ്റ് ഹാഫ് ആൻ അവർ കണ്ടുമുട്ടി പരിചയപ്പെട്ടുള്ള ഒരാളെയാണ് അവൾ എന്താക്കുന്നത്, കിസ് ചെയ്യുന്നത്. സോ ആ ഒരു മൂഡ് സ്വിങ്സ്, ആ ഒരു ക്യാരക്ടർ ചേഞ്ച്, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓൾറൈറ്റ്. സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള എല്ലാ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 2-3 എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. സോ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോമെൻറ്റ് ചെയ്യണേ. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ അർജൻറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കോമെൻറ്റ് ചെയ്താൽ മതി, നമുക്കത് ഫസ്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ സജഷൻസോ എന്തുണ്ടെങ്കിലും കോമെൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി. ബിക്കോസ് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് വരുന്നത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുമല്ലോ. സോ അത് നമുക്ക് ചെയ്യാം. പിന്നെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ടിപ്സ് ഉണ്ട്. അത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ ഇനി ലെങ്തി ആക്കുന്നില്ല. സോ അത്രയേ ഉള്ളൂ. വീഡിയോ മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ബെനിഫിറ്റായി തോന്നുവാണെങ്കിൽ ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. സോ യാ, താങ്ക് യു.